യുഡിഎഫ് മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിമാരുടെ പട്ടിക ഉച്ചയോടെ ഗവർണർക്ക് കൈമാറും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകും. കോൺഗ്രസിന് 12 മന്ത്രിസ്ഥാനവും സ്പീക്കർ സ്ഥാനവും ലഭിക്കും. ലീഗിന് 5 മന്ത്രിസ്ഥാനവും ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ച ഇന്നും തുടരും. ഡി ബിനോയുണ്ട് വിവരങ്ങളുമായി. ബിനോയ്, എന്തായാലും മന്ത്രിമാരുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഗവർണർക്ക് 2 മണിക്ക് മുന്നേ തന്നെ പട്ടിക കൈമാറുമെന്ന നിഗമനത്തിലാണ് ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ. നിലവിലും ചർച്ച തുടരുകയാണ്. അതേസമയം ടീം വി ഡി ഇതുവരെയായും പൂർണ്ണ രൂപത്തിൽ എത്തിയിട്ടില്ല. കോൺഗ്രസിനകത്തും ചില മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണ ഉണ്ടാകണം. ഒപ്പം തന്നെ ഈ ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 2 മന്ത്രിമാരെ ചോദിച്ചിട്ടുണ്ട്. അവർ പ്രധാനമായും ഉന്നയിക്കുന്നൊരു കാര്യം, അവർക്ക് നേരത്തെ 9 സീറ്റുകൾ ഉണ്ടായിരുന്നു. അത് ഇത്തവണ 2 സീറ്റുകൾ കോൺഗ്രസിന് വിട്ടുകൊടുത്തു. മറ്റ് 7 വിജയിച്ചു. അതുകൊണ്ട് തന്നെ 2 മന്ത്രിസ്ഥാനം വേണം എന്നൊരു അവകാശവാദം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഉഭയകക്ഷി ചർച്ചകൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. ഇത്തരത്തിൽ ഈ അവകാശവാദം ഉന്നയിക്കുമ്പോൾ പ്രധാനമായും കോൺഗ്രസ് മുന്നോട്ട് വെച്ചൊരു കാര്യം, 1 മന്ത്രിസ്ഥാനവും ഒപ്പം ചീഫ് വിപ്പ് പദവിയും നൽകാം എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ജോസഫ് വിഭാഗം പൂർണ്ണ തോതിൽ അംഗീകരിച്ചിട്ടില്ല. രണ്ടാമത്തെ ഒരു പ്രശ്നം ടേം വ്യവസ്ഥയെ ചൊല്ലിയുള്ളതാണ്. ഈ ടേം വ്യവസ്ഥയിൽ അതായത് അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും 5 വർഷം പകുതി വീതം നൽകി മന്ത്രിസ്ഥാനം നൽകാം എന്നുള്ളതാണ് ഒരു തീരുമാനം മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിലും ചർച്ചയോ സമവായമോ എങ്ങും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 2 കാര്യങ്ങളിലാണ് ഇനി ഒരു പൂർണ്ണ തോതിൽ ഒരു ഉത്തരം കണ്ടെത്തേണ്ടത്. അതേസമയം കോൺഗ്രസിൻ്റെ 12 മന്ത്രിമാരാണ് ഇപ്പോൾ നിലവിലുണ്ടാവുക എന്ന് പറയുന്നത്. അതിൽ സ്പീക്കർ ആര് എന്നുള്ള കാര്യത്തിലും ഡെപ്യൂട്ടി സ്പീക്കർ ആര് എന്നുള്ള കാര്യത്തിലും തീരുമാനം എത്തിയിട്ടില്ല. നിലവിലെ കണക്കനുസരിച്ച് മുഖ്യമന്ത്രി പദവിയിൽ വി ഡി സതീശൻ എത്തും. അദ്ദേഹത്തിന് ധനകാര്യ വകുപ്പും ഒപ്പം തുറമുഖ വകുപ്പുമായിരിക്കും ഉണ്ടാവുക. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്, ആഭ്യന്തരം വിജിലൻസ്. അത് കഴിഞ്ഞ് കെ എം മുരളീധരൻ, അദ്ദേഹത്തിന് ആരോഗ്യ വകുപ്പിൻ്റെ ചുമതല. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പിൻ്റെ ചുമതല. എം ലിജു എക്സൈസ് വകുപ്പിൻ്റെ ചുമതല. അതുപോലെ AP അനിൽകുമാർ വിനോദസഞ്ചാരം. ഇത്രയും പേര് ആണ് ഏകദേശം ഉറപ്പായിട്ടുള്ളത്. ഇവരുടെ വകുപ്പുകളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വകുപ്പുകൾ മാറാനുള്ള സാധ്യത ഇനിയുമുണ്ട്. ബിന്ദു കൃഷ്ണ, ഒപ്പം തന്നെ PC വിഷ്ണുനാഥ്, അതുകൂടാതെ ചാണ്ടി ഉമ്മൻ, ഇവരൊക്കെ തന്നെ മന്ത്രിസഭയിൽ എത്തും എന്നുള്ളത് ഉറപ്പാണ്. ഇനി ബാക്കിയുള്ള ശേഷിക്കുന്നത് ആരൊക്കെ എന്നുള്ള കാര്യത്തിലാണ്. ഇത് ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് നടക്കേണ്ടത്. അതായത് വി ഡി സതീശനെ പിന്തുണയ്ക്കുന്ന MLA-മാരുടെ ഭാഗത്ത് നിന്നും ആരൊക്കെ മന്ത്രിമാരാകുമെന്നുള്ള കാര്യത്തിൽ ഒരു ചർച്ച ഉയർന്നു വന്നിരുന്നു. പക്ഷേ അത്തരത്തിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പങ്കുവെക്കണ്ട എന്നുള്ളൊരു നിർദ്ദേശം വി ഡി സതീശനും ഒപ്പം തന്നെ KC വേണുഗോപാലും മുന്നോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ആരെയൊക്കെ മന്ത്രിമാരാക്കണമെന്നുള്ളൊരു ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഉച്ചയോടുകൂടി തന്നെ കോൺഗ്രസിൻ്റെ മന്ത്രിമാർ ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ ധാരണയിലേക്ക് എത്തിച്ചേരും. വകുപ്പുകളുടെ കാര്യത്തിലും ഒരു ധാരണയെത്തും. RSP ആണ് ഇപ്പോൾ വകുപ്പിൻ്റെ കാര്യത്തിൽ ഇടഞ്ഞു നിൽക്കുന്നത്. അവർക്ക് നേരത്തെ, അതായത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ RSPക്ക് ലഭിച്ചിരുന്ന വകുപ്പ് തൊഴിലായിരുന്നു. തൊഴിൽ വകുപ്പ് വേണ്ട, പകരം ജലവിഭവ വകുപ്പ് വേണം എന്നൊരാവശ്യം RSP മുന്നോട്ട് വയ്ക്കുന്നു. അതുകൂടാതെ അവർ മറ്റേതെങ്കിലും ഒരു മന്ത്രിസ്ഥാനത്തിനപ്പുറത്തേക്ക് ഡെപ്യൂട്ടി സ്പീക്കറോ അല്ലെങ്കിൽ ചീഫ് വിപ്പ് പദവി വേണമെന്നുള്ള ആവശ്യം അവർ പറയുന്നുണ്ട്. പക്ഷേ അത് നൽകാനുള്ള സാധ്യത വിരളമാണ്. ഷിബു ബേബി ജോണിന് മന്ത്രിസ്ഥാനം നൽകും. പക്ഷേ വകുപ്പിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഈ മന്ത്രിമാർ ആരാകും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ധാരണയായിട്ടുണ്ട്. ടേം വ്യവസ്ഥയുടെ കാര്യത്തിൽ, അതായത് അനൂപ് ജേക്കബും അതുപോലെ തന്നെ മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ നൽകുന്നതിനോടുള്ള വിയോജിപ്പും തുടരുന്നുണ്ട്. ആ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ബാക്കി കോൺഗ്രസിലെ ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനകത്തുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ്. ചില മന്ത്രിമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന കാര്യത്തിൽ ലീഗിനകത്തൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നം ഉടൻ പരിഹരിക്കാൻ കഴിയുമെന്ന് ലീഗ് നേതാക്കളും പറയുന്നുണ്ട്. എന്തായാലും KM ഷാജിയാണോ അതോ PK ബഷീറാണോ മന്ത്രിസഭയിലേക്ക് വരുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേരേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾ വിജയപ്രദമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പ്രത്യേകിച്ചും പ്രതിസന്ധികൾ ഒന്നും തന്നെയില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുന്നതിന് നടത്തിയ പോലുള്ള ശ്രമങ്ങളോ അല്ലെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ നിലവിലില്ല. ഇനി മന്ത്രിമാരെ തീരുമാനിക്കേണ്ടതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമാണ് കോൺഗ്രസിൽ നിലനിൽക്കുന്നത്. അത് വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിയും. കാരണം 63 MLA
എമാർ ഉള്ളത് കൊണ്ട് തന്നെ ഇവരിൽ നിന്നും ഓരോ ആളുകളുടെയും കഴിവ് അതനുസരിച്ച് ചില ഗ്രൂപ്പുകളുടെ പ്രാധാന്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് മന്ത്രിമാരെ തീരുമാനിക്കുന്നത്. അങ്ങനെ ഉള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എന്തായാലും ഉച്ചയോടുകൂടി തന്നെ അതിലും ഒരു അവസാന തീർപ്പിലേക്ക് അല്ലെങ്കിൽ അവസാനവട്ട ചർച്ചകൾ പൂർത്തിയാക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് തന്നെ ഗവർണർക്ക് മന്ത്രിമാരുടെ ലിസ്റ്റ് നൽകും. സമ്പൂർണ്ണമായ മന്ത്രിസഭയായിരിക്കും നാളെ സത്യപ്രതിജ്ഞ ചെയ്യുക. അതാണ് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയമായി അവർ പറയുന്നത്. ആദ്യമായിട്ട് അല്ലെങ്കിൽ വളരെ നാളുകൾക്ക് ശേഷം UDFന്റെ ഒരു സമ്പൂർണ്ണ മന്ത്രിസഭ അധികാരമേൽക്കുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പ്രധാനപ്പെട്ട മന്ത്രിമാർ, അതായത് ഘടകകക്ഷി മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേൽക്കുന്ന പദവി ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് ഇത്തവണ എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ള ഒരു കാര്യം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. നാളെ രാവിലെ 10 മണിക്കാണ് ചടങ്ങുകൾ തുടങ്ങുക. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ അയൽ സംസ്ഥാനത്തുള്ള മുഖ്യമന്ത്രിമാരെയൊക്കെ തന്നെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. ജോസഫ് വിജയ്, സിദ്ധരാമയ്യ തുടങ്ങിയവരൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ തന്നെയും ഇതിൻ്റെ ഒന്നും അന്തിമ തീരുമാനങ്ങൾ എത്തിയിട്ടില്ല. അതേസമയം മല്ലികാർജ്ജുൻ ഖാർഗെ, അതുകൂടാതെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി MP എന്നിവരൊക്കെ തന്നെ എത്തും എന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ മുതൽ തന്നെ ചില ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നിലവിൽ VD സതീശൻ ചില പ്രമുഖ വ്യക്തികളെ കാണുന്നതിന് വേണ്ടിയുള്ള യാത്രകളിലും ഒക്കെയാണ്. അത്തരം യാത്രകൾക്കൊപ്പം തന്നെ ചില ചർച്ചകളും പുരോഗമിച്ചു വരുന്നുണ്ട്. KPCC അധ്യക്ഷനും VD സതീശനും ഉൾപ്പെടെയുള്ളവരാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും തിരുവനന്തപുരത്ത് തന്നെ തങ്ങി മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട്. ശരി, ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വേദിയുടെയും പന്തലിന്റെയും പണികൾ പൂർത്തിയായി. നാളെ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. 21 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 1 ലക്ഷത്തോളം പേരെ പങ്കെടുപ്പിച്ച സത്യപ്രതിജ്ഞ വൻ ആഘോഷമാക്കാനാണ് UDF തീരുമാനം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി MP എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി റേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു എന്നിവരും ചടങ്ങിനെത്തും. തമിഴ്നാട് മുഖ്യമന്ത്രി C ജോസഫ് വിജയും ചടങ്ങിൽ പങ്കെടുത്തേക്കും. എന്നാലും VD സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നാളെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ വേദിയുടെയും പന്തലിന്റെയും പണികളടക്കം പൂർത്തിയായിരിക്കുകയാണ്. നാളെ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. 21 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 1 ലക്ഷത്തോളം പേരെ പങ്കെടുപ്പിച്ചാണ് സത്യപ്രതിജ്ഞ വലിയ ആഘോഷമാക്കാൻ തന്നെയാണ് UDF തീരുമാനം. കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി തർക്കത്തിനിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും തിരിച്ചടി ഉണ്ടാകുമെന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ കൽപ്പറ്റ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ടി സിദ്ദിഖ് MLAയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. മുഖ്യമന്ത്രി ചർച്ചയ്ക്കിടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രൂക്ഷമായി വിമർശിച്ച് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടവ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് KC വേണുഗോപാലിനെ പിന്തുണച്ചാൽ പ്രതിഷേധം ശക്തമാകുമെന്നായിരുന്നു പോസ്റ്ററിലെ സൂചന. വയനാടിനെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും മറന്നേക്കൂ എന്നും ഇനി ഇവിടെ നിന്ന് ജയിക്കില്ലെന്നുമായിരുന്നു പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട സംഭവം ഗൗരവത്തിലെടുത്തിരിക്കുകയാണ് ഹൈക്കമാൻഡ്. നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ കോൺഗ്രസിനുള്ളിലുണ്ടായ ഫ്ലെക്സ് യുദ്ധവും പോസ്റ്റർ യുദ്ധവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ സാഹചര്യത്തിലായിരുന്നു വയനാട്ടിലടക്കം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എതിരെ അടക്കം പോസ്റ്ററുകൾ ഉണ്ടാകുന്ന സാഹചര്യം. ആ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ എന്തായാലും കൽപ്പറ്റ പോലീസ് ടി സിദ്ദിഖ് MLAയുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ചർച്ചയ്ക്കിടെയായിരുന്നു ഇത്തരത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പോസ്റ്ററുകൾ അടക്കം പ്രത്യക്ഷപ്പെട്ടത്.
മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് KCയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ ആ പിന്തുണ വലിയ പ്രതിഷേധത്തിലേക്കായിരിക്കും എത്തുക എന്നതായിരുന്നു പോസ്റ്ററിലെ പ്രധാന വാചകം. വയനാട്ടിൽ ഇനി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നിന്ന് മത്സരിച്ച് ജയിക്കില്ല എന്നൊരു വിമർശനം കൂടി പോസ്റ്ററിൽ ഉണ്ടായിരുന്നു. ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട സംഭവം നിലവിൽ ഹൈക്കമാൻഡ് അടക്കം ഗൗരവത്തിലെടുത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ടി സിദ്ദിഖ് MLA യുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്.